ഹായ് മക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഇതിൽ പറയുന്നത് പോലെ ഇനി അങ്ങോട്ടുള്ള ദിവസം IT പഠിക്കുകയും പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുകയും ചെയ്താൽ ഉറപ്പായിട്ട് എന്താ നിങ്ങൾക്ക് ITക്ക് A+ കിട്ടിയിരിക്കും. അതിപ്പോൾ നിങ്ങൾ എത്ര വലിയ പഠിപ്പിസ്റ്റ് ആണെങ്കിലും ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിലും എന്താണ് ഇതുപോലെ നിങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്താൽ ITക്ക് നിങ്ങൾക്ക് A+ കുറഞ്ഞ ഒന്നും കിട്ടൂല. ഞാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഫുൾ A+ൽ നിങ്ങൾക്ക് ആദ്യമായിട്ടും ഏറ്റവും എളുപ്പത്തിലും കിട്ടാൻ പോകുന്ന A+ ആണ് ITക്കുള്ളത്. അതെന്ത് ചെയ്യും, ഇന്നത്തോടുകൂടി നിങ്ങൾ ഉറപ്പിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ഈ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. റെഡി അല്ലേ? അപ്പം ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ITയുടെ മാർക്കിംഗ് സ്കീം ഒന്ന് നോക്കണം. നിങ്ങൾക്കറിയാം ITയുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്കിലാണ്. ഓക്കെ, ഈ 50 മാർക്കിൽ 10 മാർക്ക് CE മാർക്കാണ് നിങ്ങളത്. അതേപോലെ തന്നെ 2 മാർക്ക് എന്താണ് റെക്കോർഡിനാണ്, 12 മാർക്ക് അങ്ങനെ പോവും. പിന്നെ 10 മാർക്ക് നിങ്ങൾക്ക് തിയറിക്ക് വരും, 28 മാർക്ക് പ്രാക്ടിക്കൽ. അപ്പോൾ 12ഉം 10ഉം 22ഉം 28ഉം 50 മാർക്ക് അങ്ങനെ കിട്ടും. അതിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആശ്വസിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ 99% കുട്ടികൾക്കും ഈ 12 മാർക്ക് ഉറപ്പാണ്. ഈ 12, അതായത് നിങ്ങളൊന്നെങ്കിലും ഭയങ്കര കച്ചറ കളിച്ച് സ്കൂളിൽ നിന്നൊക്കെ സസ്പെൻഡൊക്കെ ചെയ്ത കുട്ടി അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് CEയുടെ 10ഉം റെക്കോർഡിൻ്റെ 2ഉം നിങ്ങൾക്ക് കിട്ടും. 12 മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 50 മാർക്കിൽ നിങ്ങൾക്ക് 45 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ A+ ആണ്. 50ൽ 45 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ആണ്. ഞാൻ ഈ 45ലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു 12 മാർക്ക് ഓൾറെഡി കിട്ടിയത്. അപ്പം 45 - 12 33 മാർക്കാണ് നിങ്ങൾക്ക് ഈ തിയറിയിലും പ്രാക്ടിക്കലിലും കൂടെ നിങ്ങൾക്ക് നേടേണ്ടത്. 33 മാർക്ക് എത്രയല്ല ശരിക്ക്, തിയറി 10ഉം പ്രാക്ടിക്കൽ 28ഉം. ചുരുക്കി പറഞ്ഞാൽ 38ൽ 33 മാർക്ക് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് A+ ഉറപ്പാണ്. ക്ലിയർ ആണല്ലോ? ഈ പാർട്ട് ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രാക്ടിക്കൽ ഉണ്ടല്ലോ, ആ പ്രാക്ടിക്കലിൻ്റെ 28 മാർക്ക് എന്ന് പറയുന്നത് 4 ചോദ്യങ്ങളാണ്. എത്ര മാർക്കിൻ്റെ? 7 മാർക്കിൻ്റെ. അങ്ങനെയാണ് 28, 4 × 7 28. ആ 4 ചോദ്യത്തിൽ ഓരോ ചോദ്യത്തിനും എന്തുണ്ടാവും, ഒരു OA ഓപ്ഷനും ഒരു B ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 8 ചോദ്യങ്ങളിലെ ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ ചെയ്താൽ മതി. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പ്രാക്ടിക്കൽ നിങ്ങൾ സംഭവം കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതെങ്കിലും ലാസ്റ്റ് ഔട്ട്പുട്ട് അല്ലെ ലാസ്റ്റ് റിസൾട്ട് നിങ്ങൾ അവിടെ വാല്യുവേഷൻ എന്താ പറയുക, എക്സാം ഡ്യൂട്ടിക്ക് വന്ന ടീച്ചർക്ക് കാണിച്ചു കൊടുത്ത് ആ ടീച്ചറാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് മാർക്ക് ഇടാൻ പോകുന്നത്. ഞാൻ എക്സാം ഡ്യൂട്ടിക്ക് പോകുന്നത് കാരണം നിങ്ങൾ പല സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സും ചിലപ്പോൾ നിങ്ങൾക്ക് IT എടുക്കുന്നുണ്ടാവും. അതിൽ ഒരുപാട് ടീച്ചേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കേസ് എന്ന് വെച്ചാൽ ഏകദേശം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഏകദേശം ഒരു ഒത്തൊരുമിച്ച് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരതിന് ഫുൾ മാർക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാധാരണയായിട്ട് മോഡൽ എക്സാമിന് നിങ്ങളൊക്കെ ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് പല കുട്ടികളും പല ക്വസ്റ്റ്യൻസാണ് ചെയ്തിട്ടുണ്ടാവുക. ആ പൂളിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ഫൈനൽ എക്സാമിനും ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, വളരെ അപൂർവമായിട്ട് അതിൽ മാറ്റം വരാറുള്ളൂ. മാറ്റം വരുമ്പോൾ തന്നെ എന്തായിരിക്കും, മാറ്റം വരുമ്പോൾ തന്നെ ഒന്നിൽ എന്തായിരിക്കും, ഇങ്ങനെ കപ്പ് വരക്കാനാണെങ്കിൽ അടുത്തതിൽ എന്തായിരിക്കും, ഒരു ലോക്ക് വരക്കാനായിരിക്കും എന്നുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് കപ്പ് വരക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ലോക്കും നിങ്ങൾക്ക് വരക്കാൻ പറ്റും. അതേപോലെ എന്തേ ഉള്ളൂ, നിങ്ങൾക്ക് ചോദ്യം വരുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ 28 മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ പ്രാക്ടിക്കലിനൊന്ന് ഫോക്കസ് ചെയ്യുക. കുറച്ചും കൂടെ ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ്, 1-ാം തീയതി മുതലല്ലേ നിങ്ങളുടെ പരീക്ഷ വരുന്നത്. അതിന് മുമ്പേ നിങ്ങൾക്ക് ഈ 28 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശ ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എക്സാം ഡ്യൂട്ടിക്ക് വരുന്ന ടീച്ചർമാരെന്ത് തരും, നിങ്ങൾക്ക് മാർക്ക് തരും. എന്തുകൊണ്ടാണ് ഞാൻ ഇതിൽ 28ഉം ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമുക്ക് 28ഉം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി തിയറിക്ക് എന്താണ്, 10 മാർക്കിൻ്റെ തിയറിയിൽ നിങ്ങൾക്ക് ആകെ 5 മാർക്ക് വാങ്ങിയാൽ മതി. 10 മാർക്കിൻ്റെ തിയറിയിൽ നിങ്ങൾ ആകെ 5 മാർക്ക് വാങ്ങിയാൽ മതി. ഈ 28ന് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ വേറെ എന്തെങ്കിലും പഠിക്കുന്ന പോലെ ഒന്നല്ലല്ലോ, കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ ഒരു രസമൊക്കെ ആയിരിക്കും, കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ 28 എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും ഉറപ്പിക്കണം. ഇതുവരെ കമ്പ്യൂട്ടർ ലാബിലൊന്നും പോയിട്ടില്ല, അല്ല അങ്ങനെ കിട്ടാത്ത ആൾക്കാർ ടീച്ചർമാരോട് പിന്നാലെ നടന്ന ടീച്ചർ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് അവർ കൂടുതൽ സൗകര്യം തരും. ലാബിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടിക്കലിൽ 28 ഉറപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതായത് മോഡൽ എക്സാമിന് വന്ന എല്ലാ ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്താൽ മാത്രം മതി. ആൻഡ് ആ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ ആ വീഡിയോ ഇവിടെ മുഴുവൻ ചോദ്യങ്ങളും ചെയ്യുന്ന വീഡിയോ ഉടൻ എന്ത് ചെയ്യും, ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വരികയായിരിക്കും. അത് കിട്ടിയില്ല, ഞങ്ങൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുക. ഓക്കെ, ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി തിയറിയുടെ കേസിൽ 10 മാർക്കിൻ്റെ തിയറി എന്ന് പറയുമ്പം അതിൽ
10 ചോദ്യങ്ങൾ അരമാർക്കിന്റെ 10 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ അരമാർക്കിന്റെ 10 ചോദ്യം എന്ന് പറഞ്ഞാൽ 5 മാർക്ക് ടോട്ടൽ. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഴുവൻ ചോദ്യങ്ങളും എന്താ MCQ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. ചോദ്യവും ഉത്തരവും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അരമാർക്കിന്റെ ചോദ്യത്തിൽ 4 ഉത്തരത്തിൽ ഏതെങ്കിലും ഒന്നേ ശരി ഉണ്ടാവുള്ളൂ. 4ൽ 1 നിങ്ങൾ ചൂസ് ചെയ്യാനാണ്. അങ്ങനെ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു 5 ചോദ്യങ്ങൾ എന്തായിരിക്കും? മറ്റൊരു 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെതായിരിക്കും. അങ്ങനെയാണ് അടുത്ത 5 മാർക്ക്, ടോട്ടൽ 10 കിട്ടും. ഈ 1 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ചോദ്യത്തിന് എന്തുണ്ടാവും? 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ 2 എണ്ണം ശരിയായിരിക്കും. ഓക്കെ, ആ 2 ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. 1 ശരിയെങ്കിൽ ആരാ. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് തെറ്റിപ്പോയ നെഗറ്റീവ് മാർക്കൊന്നുമില്ല. അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾ വായിക്കുക, ഒരു ചോദ്യത്തിന് ഉത്തരം ഏകദേശം അറിയാമെങ്കിൽ ആ ഉത്തരം തന്നെ കറക്റ്റ് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഇനി അറിഞ്ഞുകൂടെങ്കിൽ 4 എണ്ണത്തിൽ ഏതെങ്കിലും കുത്തുക. അതേപോലെ തന്നെ ഇതിലെന്ത് ചെയ്യുക? അറിയുന്ന ഉത്തരം കുത്തുക, മറ്റേത് കറക്കി കുത്തുക, നെഗറ്റീവ് മാർക്കൊന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 4 ഓപ്ഷനിൽ ഏതെങ്കിലും 2 ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ അതിൽ 1 ശരിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കൂട്ടിയാൽ എങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തിയറിയിൽ 5 മാർക്ക് നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഓൾറെഡി ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയില്ലെങ്കിൽ നിങ്ങൾ എജ്യൂപോർട്ടിന്റെ ചാനൽ കുറച്ച് സീരിയസ് ആയി ഫോളോ ചെയ്യണം കേട്ടോ. അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും എന്താണ് എജ്യൂപോർട്ടിന്റെ ആപ്പിൽ ഓൾറെഡി ഫ്രീ ആയിട്ട് നമ്മൾ തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കാണാം, അത് അതേപോലെ ചെയ്യാം. ഓക്കെ, അപ്പം മക്കളെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 12 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. 28 മാർക്ക് നിങ്ങൾ ഇനി വിചാരിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന 28 മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിയറിയുടെ 10 മാർക്കിൽ 5 മാർക്കും കൂടെ കിട്ടിയാൽ എന്താ A+ ഉറപ്പാ. അതിനുള്ള സാധനം നമ്മൾ ആപ്പിൽ വെച്ചിട്ടുണ്ട്. പേടിക്കേണ്ട. ആദ്യത്തെ A+ ഈ വീഡിയോ കണ്ട എല്ലാവരും ഇതുപോലെ ഇനി അങ്ങോട്ട് ചെയ്താൽ A+ നിങ്ങൾക്ക് ഉറപ്പാണ്. ആദ്യത്തെ A+ നമ്മൾ ഇന്ന് ഉറപ്പിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ക്ലാസ്സിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അവരുടെയും കോൺഫിഡൻസ് എന്ത് ചെയ്യട്ടെ, വളരട്ടെ. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ വെക്കട്ടോ. മറ്റേ വീഡിയോ കാണുന്ന IT തിയറി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പം എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും. ശരി.